കൈകൾ ശുദ്ധമാണോ? ക്ലെൻസ് യുവർ ഹാൻഡ്സ്. കൈകളെ ശുദ്ധമാക്കുക. ഇതെല്ലാം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. അതിന് വേദപുസ്തകത്തിലെ എക്സാമ്പിൾ നമുക്ക് തരുന്നത് കയീൻ്റെയും ഹാബേലിൻ്റെയും ജീവിതമാണ്. കയീന് ഹാബേൽ എന്ന് പറയുമ്പം ആദത്തിൻ്റെ മക്കളാണ്. ഒത്തിരി പാപം പെനട്രേറ്റ് ചെയ്യാത്ത ഒരു സമയം നമുക്ക് വിശ്വസിക്കാം. എങ്കിലും പാപം മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവ് മാറുമ്പോൾ പാപത്തിന് ഡിഗ്രിയിൽ ഏത് പാപം കയറി വരും. അങ്ങനെ കയീൻ ഹാബേലിനെ ജലസി കൊണ്ട്, അതായത് ഈ ആത്മീക ഗോളത്തിലെ ജലസി എന്ന് പറയുന്നത് ആത്മീക ഗോളത്തിലെ അസൂയ, അത് ലോകത്തിലേക്കും വലിയ ഭാരമേറിയ ഒരു ശത്രു തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ പറഞ്ഞു മാറുന്നില്ലെങ്കിൽ അത് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഭരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കയറ്റിയതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന കണ്ണി ആത്മീക ഗോളത്തിലുണ്ടാകുന്ന അസൂയ അല്ലെങ്കിൽ ജലസിയാണ്. അതുകൊണ്ടാണല്ലോ ഇവൻ ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരിൽ ഫാരിസീസ്, നിയമം അറിയാവുന്നവരും തോറ പഠിച്ചിട്ടുള്ളവരുമാണ് യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും അവർക്ക് തന്നെ ചെയ്യാൻ വയ്യാത്തപ്പം അത് പന്ത്യസ് പൈലാത്തോസിൻ്റെ അടുക്കൽ നിന്ന് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അധികാരം വാങ്ങിച്ച് ക്രൂശിന്മേൽ കയറ്റുന്നതൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ അറിയാം. അപ്പം നമ്മുടെ കൈകൾ ശുദ്ധമല്ല എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ദൈവത്തിന് നിർബന്ധമുണ്ട്. എൻ്റെ കൈ ശുദ്ധമാക്കിയെന്ന് നമ്മൾ ആഗ്രഹിക്കണം. കൈയിൻ്റെ ഹാബേലിനും അവരുദ്ദേശിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. രണ്ടുപേരും ദൈവത്തിനെ പ്രസാദിപ്പെടുത്താൻ പോയതാണ്. പക്ഷേ ദൈവം ഹാബേലിൻ്റെ ബലി സ്വീകരിക്കുകയും കയീൻ്റെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഹാബേലിനോട് കയീന് വിദ്വേഷം അല്ലെങ്കിൽ ആത്മീകമായ ദേഷ്യം വന്നിട്ട് വയലിലേക്ക് കൊണ്ടുപോയി കൊല്ലുക ചെയ്യുന്നത്. ദൈവം വിളിച്ച് ചോദിക്കുകയാണ്, നിൻ്റെ സഹോദരൻ എവിടെയെന്ന്. എന്നാൽ ഞാൻ എൻ്റെ സഹോദരൻ്റെ നോട്ടക്കാരനാണോന്ന്. അതാണ് നമ്മൾ ഈ ആദ്യകാലങ്ങളിൽ ആദവും ഹവ്വായും സ്നേഹിച്ചിരുന്നത് പോലെയും മക്കൾ അന്യോന്യം സ്നേഹിച്ചിരുന്നത് പോലെയും ആ സ്റ്റേജിൽ നിന്ന് പാപം വന്നപ്പോൾ അന്യോന്യം കുറ്റപ്പെടുത്താൻ തുടങ്ങും. അതാണ് ദൈവത്തെ. അപ്പം ദൈവം കയീനോട് പറയുന്നു, പാപം നിൻ്റെ വാതുക്കൽ നിൽക്കുകയാണ്. ഓൺ ദ ഡോർ സ്റ്റെപ്പ്, വാതുക്കൽ നിൽക്കുകയാണ്. നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ തിന്മ നിന്നെ തീർത്തും കീഴടക്കും. അപ്പം നമ്മളത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കൊരാളോട് ദേഷ്യം വരും, അല്ലെങ്കിൽ ഒരാളോട് ഒരാളോട് നമ്മളെക്കുറിച്ച് എന്തോ അഴുക്ക് പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കാം. നമുക്ക് പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ്. അത് കേട്ടാൽ വടി എടുത്തുകൊണ്ട് പോയി ആൾ എടുത്തുകൊണ്ട് പോയി വെട്ടിക്കൊല്ലുക, ആളുകളെ കൊല്ലുന്നതിനൊന്നും ചോദ്യമല്ല. ഇന്നങ്ങനെ സാധിക്കത്തില്ല. എങ്കിലും കാണുന്നുണ്ട്. കാരണം പിള്ളേർക്ക് ദേഷ്യം വരുമ്പോൾ തോക്കെടുത്തുകൊണ്ട് അമേരിക്കയിലൊക്കെ എത്രയോ സ്കൂളുകളാണ് കൊച്ചു പിള്ളേരെ പോയി വെടിവെച്ച് കൊല്ലുന്നത്. കാരണം എന്താ? ഈ വിദ്വേഷത്തിൻ്റെ ആത്മാവ് വരുമ്പം കൈകൊണ്ട് എന്തെങ്കിലും തിന്മ ചെയ്യണം. മക്കൾ അപ്പനെ വെട്ടിക്കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? സത്യദൈവത്തിൽ നിന്ന് മാറുമ്പോൾ ആരെങ്കിലും രക്തച്ചൊരിച്ചിൽ അവർക്ക് ആവശ്യമുണ്ട്. അന്നേരം അവരുടെ ഈ രക്തം തിളയ്ക്കുക എന്ന് പറയുന്നത് ദുഷ്ടത ചെയ്യാൻ. അത് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കണം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഒരഴുക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരാളെ ഉപദ്രവിക്കണം. അത്ര വാശിയുള്ള ചിലർ ചെയ്യുന്നത്, അവർക്ക് നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവരന്ന് തീരുമാനം എടുക്കും, ഞാൻ ഇന്ന് പോയി ഈ ദുഷ്ടചിന്തയ്ക്ക് പകരം ഞാൻ നല്ലൊരു വൃക്ഷം ഇന്ന് നടും. അതൊരു തെങ്ങായിരിക്കാം. അത് കുറച്ച് നേരം അതിൻ്റെ വ്യാപ്തിയിലെടുത്തിട്ട് അതിൻ്റെ മണ്ണ് മാറ്റി അതിൽ വളമിട്ട് കഴിഞ്ഞ് തെങ്ങ് നടുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാൻ പോയ ഉപദ്രവത്തിൻ്റെ ചിന്ത മാറിപ്പോയി. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ചിന്തകളെ നെഗറ്റീവായിട്ട് വരുന്നതിനെ പോസിറ്റീവാക്കി മാറ്റുവാൻ ആദ്യമായിട്ട് നമ്മൾ അതിനുവേണ്ടി അത് ചിന്തിച്ചത് ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ സൗദി വെച്ചായിരുന്നു. സൗദിയിൽ എന്ന് പറയുമ്പം തോട്ടമൊന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. ഒരു ചെടിയുടെ ഒരില കിളുക്കണമെങ്കിൽ 1 മാസമെങ്കിലും എടുക്കും. അത്ര താമസിച്ചാണ് അവിടെ ഉണ്ടാകും. അതുപോലെ വെയിലാണ്. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇതേപോലെ അന്ന് ക്രിസ്തുവിലേക്ക് നമ്മൾ ആത്മാവിൽ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് അടുത്ത് വരുന്ന സമയം ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞാൽ, എൻ്റെ കുറ്റം കേട്ടാലും ഞാൻ ഉടനെ തന്നെ എൻ്റെ മുറിക്കകത്തൊന്ന് താഴ്ത്തിറങ്ങി അരാംകോയ്ക്കകത്ത് ഇഷ്ടം പോലെ ഗാർഡൻ ഉണ്ടാക്കാൻ നല്ലപോലെ ചെടികൾ വിൽക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെടി കിട്ടും. അവിടെ പോയിട്ട് അടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗാർഡൻ ഹൗസ്. ഞാൻ അവിടെ പോയി കുറേ പെറ്റൂണിയായോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ആ വെയിലത്താണെങ്കിൽ ഇറങ്ങി ഗാർഡൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് കൊണ്ട് നടുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദ ബെസ്റ്റ് ഗാർഡൻ എനിക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ ഇത്
കോൺഷ്യസ് ആയിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്ന നെഗറ്റീവ് ചിന്തകളെ ഞാൻ എൻ്റെ തന്നെ പ്രയത്നം കൊണ്ട് അത് മാറ്റി വെച്ചത് പൂന്തോട്ടമാക്കി മാറ്റിയത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതെന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. ഇപ്പോഴും അത്രയും എനിക്ക് അറ്റാക്ക് വരുന്നില്ലെങ്കിലും ഇടയ്ക്ക് വരുമ്പോഴെല്ലാം ഞാൻ അന്ന് എനിക്ക് ഗാർഡനിൽ പോയേ പറ്റൂ. കാരണം ഈ നെഗറ്റീവ് തോട്ട്സ് മാറ്റാൻ എനിക്ക് പറ്റിയത്, എനിക്കിഷ്ടമാണ് ഗാർഡൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഈ അടുത്തിടെ തന്നെ ഇവിടെ തിരുവല്ലായി ഫ്ലവർ ഷോയുടെ സമയം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല, കാരണം ഒത്തിരി കാര്യങ്ങൾ ബിസി ആയിപ്പോയി. പക്ഷേ ഞാൻ ചുമ്മാതെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം ഫ്ലവർ ഷോ നാളെ കൂടെ ഉള്ളൂ എന്ന് കണ്ടു. അപ്പം ആക്ച്വലി ഫ്ലവർ ഷോ കഴിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ അടുത്ത് നടക്കാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഫ്ലവർ ഷോ നാളെ കൂടെ ഉള്ളൂ, നമുക്ക് ഇന്നൊന്ന് പൊക്കളയാം. ഒന്നുകൂടെ നോക്കിയപ്പോൾ ഫ്ലവർ ഷോ കഴിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് അത് മിസ് ചെയ്തു, അതാണ് എൻ്റെ ചിന്തയ്ക്ക്. അപ്പോൾ ഞാൻ അന്നേരം ദൈവത്തോട് പറഞ്ഞു, അതെങ്ങനെയാണ് ഞാൻ മിസ് ചെയ്തു പോയത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരെല്ലാം അടുക്കി പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചെടികളെല്ലാം പകുതി വിലയ്ക്ക് വിറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള 4-5 ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് 4, 5, 6 ഞാൻ ചെടി വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നട്ടു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവം നമ്മുടെ കൂടെ നിന്ന് അത് ഇന്നതാണ് എന്ന് പറഞ്ഞു തരുമ്പം അത് കേൾക്കാനും ചെയ്യാനുമുള്ള സന്തോഷം കർത്താവാണ് ഇട്ട് തരുന്നത്. കറക്റ്റ് ടൈമിൽ അതിൻ്റെ വില കുറച്ച് എനിക്ക് വാങ്ങിപ്പിക്കാൻ തക്കവണ്ണം അന്ന് ഞാൻ ചുമ്മാ അത് നോക്കി യൂട്യൂബിലോട്ട്, അങ്ങനെ അത് കണ്ടു. അങ്ങനെ ഞാൻ ചെടി വാങ്ങിച്ചുകൊണ്ട് നടുകയത്. അപ്പം നമ്മുടെ കൈകൾ നന്മ ചെയ്യാൻ തക്കവണ്ണം നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ ഈ വിരലുകളും ഈ കൈകളും ഒരിക്കലും തിന്മ ചെയ്യത്തില്ല. ഇത് സിമ്പിൾ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ വചനം വിടുക. വചനം ഹൈ ആൻഡ് മൈറ്റി ലോഫ്റ്റിക്കുള്ളതല്ല. വചനം ഡെയിലി ജീവിതത്തിൽ അന്നുള്ള ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന വിശുദ്ധി, അതായത് എനിക്ക് ഏൽപ്പിച്ച സ്ഥലം, എൻ്റെ തോട്ടം വിശുദ്ധം, എൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കും. ഞാൻ വിളവെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിത്ത് പോലും എൻ്റെ ഹൃദയത്തിൻ്റെ വയലിൽ ഞാൻ ഇടത്തില്ല. അതായത് ഞാൻ വാട്ട് ഐ ഡോണ്ട് വാണ്ട് ടു റീപ്പ് ഐ വിൽ നോട്ട് പുട്ട് എ സീഡ്. അതായത് സീഡ് വീണിട്ട്, സീഡ് അകത്ത് വീണ് കിളിപ്പിച്ചെങ്കിലല്ലേ ഇത് കിളുക്കത്തുള്ളൂ. പക്ഷേ ഈ സീഡ് ബേൺ ചെയ്ത് കളയുക. അപ്പം നമ്മൾ കളപറിച്ച് കളയുകയാണ് ദിനം പ്രതി. ഈ കളപറിക്കാനാണ് പാപലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, കളപറിക്കലാണ്. ആര് സത്യം വിളിച്ചു പറയും? ഈ സങ്കീർത്തനം 141:2 പറയുന്നു, എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ, കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പം നമ്മൾ കൈകളെ മലർത്തുകയാണ്. അതായത് ഈ യോബിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്കൊന്ന് വിലാപത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, നിൻ്റെ മക്കളുടെ നന്മയ്ക്കായിട്ട് നിൻ്റെ കൈകളെ നീ മലർത്തുക ദൈവസന്നിധിയിലേക്ക്. നമ്മുടെ കൈകൾ ദൈവസന്നിധിയിലേക്ക് മലർത്തി അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. സത്യത്തിൽ അതിനകത്തൊരു വലിയ അർത്ഥമുണ്ട്. അപ്പം നമ്മളോട് 141:2 സങ്കീർത്തനം വേദപുസ്തകത്തിൽ തന്നെ വായിക്കാം. വചനം നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പം കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഈ നന്മയും തിന്മയും അനുഗ്രഹവും ശാപവും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക, അത് നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് വാങ്ങിക്കണം. അതിനൊരാൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. 141:2 ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധി ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഇത് സന്ധ്യായാഗമാണ്. ദൈവസന്നിധിയിൽ ഇതൊരു യാഗമാണ്. എൻ്റെ കൈകളെ മലർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഗോഡ് ഈസ് ടെല്ലിങ്, യു ആർ ഷോയിങ് ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ മീ. ഈ കൈകൾ യോബിൻ്റെ 17:9 പറയുന്നു, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. നീ എങ്ങനെയാണ് ബലം പ്രാപിക്കുന്നത്? നിൻ്റെ കൈക്ക് വെടിപ്പ് വരുമ്പോൾ നീ ബലം പ്രാപിക്കും. പറയണം, എൻ്റെ കൈകൾ വിശുദ്ധമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കൈ കൊണ്ട് അനർത്ഥം ചെയ്യാൻ ഇടയാകരുത്, എൻ്റെ കൈ കൊണ്ട് മലിനത ചെയ്യിപ്പിക്കരുത്, എൻ്റെ കൈ രക്തച്ചൊരിച്ചിലിന് ഒരിക്കലും കൂട്ടു നിൽക്കരുത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു എൻ്റെ തലമുറകൾക്ക് ഇതുണ്ടാകരുത്. നമ്മളിങ്ങനെ ഈ കുളത്തിനകത്തൊരു കല്ലെടുത്ത് ഇടുമ്പം ആദ്യമേ അതൊരു ചെറിയ വട്ടമാണെങ്കിലും പിന്നെ അത് മുഴുവൻ വ്യാപരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോന്ന് പറയും നമ്മുടെ ഭവനങ്ങളിൽ നടക്കും. എൻ്റെ ഭവനത്തിൽ ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നും ഉണ്ടാകാൻ ഒക്കത്തില്ല, പറിച്ച് ദൂരെ കളയണം. ഞാൻ പറയുകയാണ്, നമ്മളത് പറഞ്ഞു ഉടനെ ഉത്തരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം ഉണ്ടാകാത്ത കാര്യങ്ങളുണ്ട്.
പക്ഷെ അത് ദൈവം നമ്മളെ എന്തോ പഠിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കി അത് തിന്മയ്ക്കല്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 1 തിമോത്തി 2:8 പറയുന്നു, വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? വിശുദ്ധ കൈകളെ ഉയർത്തി ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. കൈകൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ കൈകൾ എപ്പോഴും ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിൽ മനസ്സുകൊണ്ട് നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ നമ്മുടെ കൈകളെ ഉയർത്തി കാണിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിൻ്റെ വിനയത്തെ ഞാൻ നിൻ്റെ ആശ്രയത്തെ ഞാൻ കണ്ടിരിക്കുകയാണ്. കർത്താവ് അതേപോലെ 141:3 പറയുന്നു, യഹോവ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എൻ്റെ അധരദ്വാരം, അതായത് എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ അധരം കൊണ്ട് തിന്മയായത് പറയിപ്പിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ അത് ചോദിക്കണം. കർത്താവിന് നിർബന്ധമാണ് ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന്. ഒരു നന്മയും സ്വതവേ ഉണ്ടാവൂല. അത് ഞാൻ കണ്ടിട്ടുള്ളവരും. നന്മ എവിടെ ഒരു നന്മയുണ്ടാകണം അവിടെ ഒരു കോൺഷ്യസ് എഫർട്ട്, അതായത് അതിനൊരു പ്രയത്നം, ഒരു ദൃഢമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണം. അങ്ങനെ ഗാഠമായിട്ട് ദൈവസന്നിധിയിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്നിട്ട്, നിൻ്റെ കൈകൾ, ഇപ്പോൾ ദൈവത്തിൻ്റെ കൈകൾ എന്നും നന്മ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ സ്വർഗത്തിൽ പോകുകയാണെന്ന് വിചാരിക്കുക. സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഒരു പൂ നമ്മൾ നിൽക്കുന്ന പറിച്ചെടുത്തെന്ന് വിചാരിക്കട്ടെ. സ്വർഗത്തിലൊന്നും ചാകുന്നില്ലല്ലോ. അത് കർത്താവ് തന്നെ നമ്മൾ പോരാൻ നേരത്ത് ആ പൂ അവിടെ കുത്തിവെക്കും. അത് പിന്നെ ഒരു വേറെ ചെടിയായി മാറും. അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം ശൂന്യമായ സ്ഥലങ്ങളെ ശുദ്ധമാക്കാൻ, പിന്നെ മരുഭൂമി സ്ഥലങ്ങളിലെ പൂന്തോട്ടമാക്കാൻ, പൂന്തോട്ടം ഒരു വനമാക്കാൻ ഈ കൈകൾക്ക് കൃപയുണ്ട്. നമുക്കതെടുത്ത് ഉപയോഗിക്കാം. കൈകളെ ശുദ്ധീകരിക്കുക കർത്താവേ. ഞങ്ങളുടെ കൈകളെ രാത്രി തോറും വൈകിട്ട് തോറും വരുമ്പോൾ അത് സന്ധ്യായാഗമായിട്ട് കൈകളെ ഉയർത്തി മലർത്തിപ്പിടിച്ച് കർത്താവേ, ഇതാ നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നു എന്ന് പറയാൻ കർത്താവെ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ ആദ്യം തൊട്ട് കൈ മലർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നീയാണെൻ്റെ സഹായമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പല കാര്യങ്ങളിലും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കൈകൾ കൊണ്ട് ദൈവത്തിന് ഹിതമല്ലാത്തത് പ്രവർത്തിച്ചപ്പോൾ ഒരു നന്മതിന്മയുടെ ഫലം കഴിക്കാൻ കൈകൾ ഉപയോഗിച്ചതോടുകൂടി തിന്മയായത് മാറി ആത്മാവിനെ നമ്മൾ നഷ്ടപ്പെട്ടു. അതിന്നും മനുഷ്യന് പ്രയാസമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തു വന്നതോടുകൂടി ഞങ്ങളുടെ കൈകളെ ശക്തിപ്പെടുത്താനും ശുദ്ധീകരിക്കാനും വേണ്ടി അവിടെ ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ ശുദ്ധമാക്കുന്ന സ്നേഹത്തിന്, വചനം കൊണ്ട് ശുദ്ധമാക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് ഞങ്ങളുടെ കൈകൾ മലിനമായിട്ടാണ് എങ്കിൽ കർത്താവ് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ക്ഷമ ചോദിച്ചുകൊണ്ട് വിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ കൈകളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ആത്മാവിൽ തീഷ്ണതയോടെ നിൻ്റെ അടുക്കൽ വരുമ്പം ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണോ എന്ന് നീ നോക്കുമ്പം രാവിലെ തോറും നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളുടെ കൈകളെ കഴുകണമേ. ഞങ്ങളുടെ തലമുറകളുടെ കൈകൾ ദൈവത്തിന് ഹിതമല്ലാത്ത വഴിയിൽ പോകാനും പ്രവർത്തിക്കാൻ ഇട്ടയാക്കരുത്. അവരുടെ അധരങ്ങൾക്ക് അധരദ്വാരത്തിന് നീ തന്നെ ഒരു കടിഞ്ഞാണിടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ആത്മാവിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്നുവെന്ന് ദിനംപ്രതി കാണിക്കുന്ന ദൈവം, ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നതിന് നന്ദി പറയുന്ന പിച്ച. ദൈവത്തോടു കൂടെയുള്ള ജീവിതം ഭാഗ്യജീവിതമാക്കി നീ കാണുന്നത് മരുഭൂമിയെ ഉദ്യാനമാക്കാൻ കർത്താവേ, വരണ്ട നിലത്ത് ഉറവ ഒഴുക്കുവാനും ഈ കൈകൾക്ക് സാധിക്കുമല്ലോ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ കൈകളെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ദിവസം ഈ കൈ കൊണ്ടൊരു നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രത്യേക ഒരു അധികാരം തന്നിരിക്കുന്നത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചാട്ട് അതെൻ്റെ സ്വർഗരാജ്യം ഭൂമിയിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം സൃഷ്ടാവാകുന്ന ദൈവത്തോടു കൂടെ ചേർന്ന് സൃഷ്ടികളെ പുനഃസ്ഥാപിക്കാൻ ഞങ്ങളുടെ കൈകളെ ഉപയോഗിക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.